ഉസ്താദിന്റെ തിരക്ക് മനസ്സിലാക്കി പെട്ടെന്ന് പറയണം. അപ്പൊ ഇത് 3ാമത്തെ നിലയാണ്. അപ്പൊ അതിന്റെ കളി പൂർത്തിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹകരിച്ചു. സുലൈമാൻ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم. الحمد لله رب العالمين والسلام على سيدنا قال رسول الله صلى الله عليه وسلم مر الصبي بالصلاة إذا بلغ 7 سنين وإذا بلغ 10 سنين فاضربوا عليه. കുട്ടികളെ നമ്മൾ പോറ്റി മുസ്ലിമും മൂമിനും ആക്കണ്ട മക്കളാണ്. കാട്ടിലുള്ള ജീവികളോ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. എന്താണ് പഠിപ്പിക്കേണ്ടത്? ദീനുൽ ഇസ്ലാം പഠിപ്പിക്കണം. ആദ്യമായിട്ട് കുട്ടിയാക്കി ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അതെല്ലാ ഓരോരുത്തരും പഠിപ്പിക്കുന്ന ഓരോരുത്തരും നേരം വെച്ചിരുന്ന് മക്കളെ പഠിപ്പിക്കാൻ അറിവുള്ളവരും ഉണ്ടാവില്ല, അറിവുള്ളവർക്ക് സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും കൂടി ഒരു മദ്രസ എന്നുള്ള അത്യാവശ്യമാണ്. ഇവിടെ മദ്രസ ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ പണ്ടേ ഇസ്ലാമിന്റെ രാജ്യം ആണ്. ഇവിടെ പഴയ കാലം മുതൽക്ക് വലിയ വലിയ മഹാന്മാരൊക്കെ കഴിഞ്ഞുപോയ സ്ഥലം. അങ്ങനത്തെ സ്ഥലം അത് ബടക്കാകാൻ പാടില്ല. പഴയ നിരക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ സംബന്ധിച്ച് പറഞ്ഞ് മദീന ഹറമാണ്. മാബൈന ലാഭത്തൈഹ, ആ നാട്ടില് അവിടെ എല്ലായിടത്തും ഹദസുണ്ടാക്കി ഒരു ബിദഅത്തുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ബിദഅത്തിന് അഭയം നൽകി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അള്ളാന്റെ ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അപ്പൊ സാലിഹ്യങ്ങൾ ജീവിച്ച രാജ്യങ്ങൾ ആ പഴമ ഒരു കാലത്താലും വ്യത്യാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ട ആളാവും. അതുകൊണ്ട് ഒരാള് ഒരു പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അവന്റെ പയ്യല് ഒരു 10 ആള് കൂടിയാൽ അവൻ തൗബ ചെയ്ത് മടങ്ങിയാലും ഈ ആളുകൾ മടങ്ങില്ല. അപ്പൊ അതാണ് അതിന്റെ ഗൗരവം. ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അവൻ ലാ യുഖ്ബലു സർഫും വലാ അദ്ൽ, അവന്റെ പക്കൽ നിന്ന് ഒന്നും സ്വീകരിക്കൂല എന്ന് പറഞ്ഞൊരു നിലപാട് സാരിയങ്ങളെ നാട്ടിലുണ്ട്, ആലിമീങ്ങളുണ്ട്, ഒക്കെ കഴിഞ്ഞ രാജ്യങ്ങളാണ്. അപ്പൊ പഴയ നിലപാട് തന്നെ ആ സുന്നത്ത് ജമാഅത്തിന്റെ വർഷക്കൂട്ടക്കാരായിരുന്നു. അവർക്കായി വേണം അതിനെ തക്കതായ ഒരു മദ്രസ ഉണ്ടാക്കി ചെറുപ്പം മുതൽക്ക് എന്നെ കുട്ടികൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച് അതിലൊന്നും ആർക്കും തർക്കമില്ലാത്ത വിഷയങ്ങളാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സാധിപ്പിച്ചു തന്നു. ഇനി ചെയ്യാത്തത് നിങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ സഭയിൽ ശരിയാവും. അവിടെ ഞാൻ നിർത്തിയാണ്. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين، أما بعد. اليوم أهل هذه القرية في أشد الفرح والسرور، حيث من الله سبحانه وتعالى عليهم بافتتاح هذه المدرسة الدينية التي تدرس فيها أبناء المسلمين في هذه القرية العلوم القرآن مع أحكام التجويد والعلوم الدينية وغيرها. نشكر الله سبحانه وتعالى أولا على هذه النعمة العظيمة. بفضل الله سبحانه وتعالى قد افتتحها الآن بأيدي المباركة
فضيلة الشيخ أبو بكر أحمد طول الله عمره مع الصحة والعافية والسلام، الداعي الكبير المشهور في داخل الهند وخارجها، وهو الأمين العام جمعية العلماء والجامعة مركز الثقافة السنية وتعالى أن يطول عمره مع العافية والصحة، وأن يوفق له لإرساء هذه الأمة الإسلامية. حاليا إدارة المدرسة في أشد الاحتياج لإتمام بناء هذه المدرسة للأثاث ونحوها مثل الإسمنت والحجر والدمال والشجر وأجرة العمال. تقريبا الإسمنت 270 حبة. هؤلاء الناس الذين اجتمعوا في هذه الحفلة هم يتهيئون لإعطائها حينما سئل، ومع ذلك حضر في منا هذا المجلس المبارك الميمون بمناسبة افتتاح المدرسة ضيوفنا الكرام من المملكة العربية السعودية، فضيلة الشيخ غزة عبد الله خالد المجدل، تركي عبد الله خالد المجدل، الله يطول عمرهما، أرحب لهم ترحيبا حارا من أعماق قلبي وتحية طيبة تحية الإسلام والمسلمين. السلام عليكم ورحمة الله وبركاته. അന്നിരായ ശൈഖുന ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ഉസ്താദിന് بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. أحبابنا الأفاضل، أيها الحفل الكريم، نحن اليوم في فرح وسرور، حيث أن من الله علينا ببناء هذه المدرسة الدينية وفتحها، لأن المدرسة الدينية حقيقة في كل قرية ملجأ المسلمين في أمورهم الدينية والدنيوية. قال صلى الله عليه وسلم: كل مولود يولد على الفطرة فأبواه يهودانه أو يمجسانه أو ينصرانه. إذا ربينا الأولاد على الثقافة الإسلامية الدينية يتربون على هذه الثقافة، وإذا ربينا على ثقافة قبيحة غير مرضية فيكونون هكذا. فعلينا أن نربي أولادنا على الشريعة الإسلامية والطريقة المحمدية التي علمنا رسول الله صلى الله عليه وسلم
والصحابة الكرام ومن بعدهم إلى وقتنا هذا. ولذلك نشكر شكرا جزيلا على هذه النعمة. نشكر الله أولا وثانيا، ثم نشكر لمن ساهم في إنشائها متعلمين فيها إلى يوم القيامة. والحمد لله رب العالمين وشكرا. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്പം നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് എനിക്ക് യാദൃശ്ചികമായ ഒരു യാത്ര ഉണ്ടായി. അത് ഇന്ന് പകൽ തന്നെ പോകണമെന്ന് ഉദ്ദേശിച്ചെങ്കിലും ഒക്കെ നിർത്തിവെച്ചു. പ്ലെയിനാണ് പോകേണ്ടി വന്നത്. കോഴിക്കോട്ട് നിന്ന് പോകാതെ അതിന് ഇപ്പോൾ 10:30 മണിക്കുള്ള ട്രെയിനിന് പോകണം. അതിനാൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ആലിമീങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ ചുരുക്കുന്നു. ഒരു കാര്യം ഞാൻ പ്രധാനമായി നിങ്ങളോട് പറയുന്നത്, ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്, അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹു പൊരുത്തപ്പെട്ട മതമാണ്. ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായും തൃപ്തിപ്പെട്ടവൻ, പൊരുത്തപ്പെട്ടവൻ, അവൻ ഈമാനിനെ ആസ്വദിച്ചു എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് നാം മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിംകളായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹു തആല പൊരുത്തപ്പെട്ട ദീൻ, അല്ലാഹുവിൻ മതങ്ങൾ പഠിപ്പിച്ചു തന്ന ദീൻ, ആ ദീൻ നാം ശരിക്കും മുറുകെ പിടിക്കണം, സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമാക്കിയത് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ സഹോദരികളെ രക്ഷപ്പെട്ടേ പറ്റൂ. അത് രക്ഷപ്പെട്ട് നമുക്ക് കിട്ടണം. അതിന് നമ്മൾ അധ്വാനിക്കണം, പ്രവർത്തിക്കണം. അല്ലെങ്കിലോ വല്ലദീന കഫറു അഅ്മാലുഹും
കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹു الظمآن ماء حتى إذا جاءه لم يجده شيئا. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, അഅ്മാലുഹും, അവരുടെ നല്ല നല്ല പ്രവൃത്തി, ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത, ശരിയായ ഈമാനില്ലാത്ത ആളുകൾ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്താൽ പോലും അത് വളരെ വിശാലമായ മൈതാനിയിൽ ദൂരോട്ട് നോക്കുമ്പോൾ വെയിലിന്റെ കാനൽ കാണുന്ന സമയത്ത് അത് വെള്ളമാണെന്ന് തോന്നും. സൗദിയിലും അതുപോലെ മറ്റു നാടുകളിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് കാണാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണെങ്കിൽ ആ നീണ്ട റോഡിലൂടെ പറക്കുമ്പോൾ അങ്ങ് ദൂരെ നോക്കിയാൽ അവിടെ ഒന്നായി സമുദ്രം വെള്ളം നിറഞ്ഞു കിടക്കുന്നതായി കാണാം. അല്ലാഹു അതാണ് പറയുന്നത്, കസറാബിൻ ബിഖിഅത്തിൻ, മരുഭൂമിയിൽ കാണുന്ന ആ വെയിൽക്കാനൽ പോലെയാണ്. യഹ്സബുഹു الظمآن ماء, ദാഹിച്ച മനുഷ്യൻ കരുതും അത് വെള്ളമാണ് എന്ന്. ഹത്താ ഇദാ ജാഅഹു, അവിടെ ചെന്ന് നോക്കിയാലോ ലം യജിദുഹു ശൈആ, ഒന്നും ഉണ്ടാവുകയില്ല. അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വെള്ളമുണ്ടെന്ന് തോന്നും. അവിടെ വെയിലിന്റെ ശക്തമായ കാനലും ചൂടും തന്നെയാണ്. അതുപോലെ ഈമാനില്ലാത്ത മനുഷ്യൻ ഇവിടെ എത്ര നല്ല ഗുണങ്ങൾ ചെയ്താലും അതിന്റെ തീവ്രമായി മറ്റൊന്നും തീർച്ചയാണ്. അതുകൊണ്ട് ഈ മുത്ത് നമ്മുടെ ഈമാൻ അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഒറ്റിക്കൊണ്ടു പോകാൻ ധാരാളം ആളുകൾ വരും. സദ്യ ഒരുക്കി ഒരു സുപ്ര തയ്യാറാക്കി, അവിടെ മാംസവും മത്സ്യവും ഉണ്ട്, അവിടെ എല്ലാവിധത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, ബിസ്ക്കറ്റുകളുണ്ട്, സർവ്വ സാധനങ്ങളും ഉണ്ട്. എന്നിട്ട് അവനെ ക്ഷണിച്ചുകൊണ്ട് ആ സുപ്രയിലേക്ക് ആളുകൾ ക്ഷണിച്ചു കൂട്ടുമല്ലോ. അതുപോലെ വളരെ നിറപ്പകിട്ടാർന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകാനുള്ള മാർഗത്തിലേക്ക് ക്ഷണിക്കും. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, നിങ്ങളെ ഒരു ഭക്ഷണത്തിലേക്ക്, ഒരു സുപ്രയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ നിങ്ങളൊന്ന് ചിന്തിക്കുമല്ലോ, ഇതെനിക്ക് വിഷം കലർത്തിയിട്ട് തരാനാണോ ഇയാൾ ക്ഷണിക്കുന്നത്, അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രമേ ആ വീട്ടിലേക്ക് പോവുകയുള്ളൂ. എന്നെ സൽക്കരിക്കുന്നതെന്ന് കണ്ടാൽ നിങ്ങളാരും അങ്ങോട്ട് പോവുകയില്ല, അല്ലേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആടിനെ പൊരിച്ചു കൊടുത്തയച്ചു. ഒരു ഏത് രാജാക്കന്മാരും വലിയ വലിയ ആളുകളും സ്വീകരിക്കുമല്ലോ. ആ നിലക്ക് ഒരാൾ കൊടുത്തയച്ച ഹദിയ ആണെന്ന നിലക്ക് സ്വീകരിച്ചു. കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ചുട്ട് കരിക്കപ്പെട്ട ആട് സംസാരിക്കുന്നു, യാ റസൂലല്ലാഹ് ലാ തമസ്സനി, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എന്നെ തൊടരുതേ, ലാ തൗകുൽനി,
എന്നെ അവിടുന്ന് ഭക്ഷിക്കരുത്. വഇന്നി മസ്മൂമുൻ, ഞാൻ നഞ്ഞു കലർത്തട. പുര ആട് സംസാരിക്കുന്നു, എന്നിൽ നഞ്ഞെത്തിയുണ്ട്. അതാ അവിടെ അതാ കൊടുത്തു കൊല്ലാൻ സാധിച്ചില്ല. എന്നാൽ അതുപോലെ നിങ്ങൾ വിഷം തരാൻ വേണ്ടിയിട്ട് എടുത്തതാണോ, അതല്ല നിങ്ങളെ ഹറാമതിരിക്കാൻ വേണ്ടിയിട്ടതാണോ, നിങ്ങളെ എന്തിനാണ് എടുത്തത് എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഭക്ഷിക്കുകയില്ലല്ലോ. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖിയാമത്താണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും മുൻഗാമികളുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ് എങ്കിൽ നാം അത് എടുക്കാൻ പാടില്ല. കണ്ടില്ലേ നിങ്ങൾ, ആമിനൂ കമാ ആമനൻ നാസ്, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദാതഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനൂ, നിങ്ങൾ വിശ്വസിക്കണം, കമാ ആമനൻ നാസു, മഹാന്മാരായ സ്വഹാബത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും തുടങ്ങിയ മഹാന്മാർ അവർ വിശ്വസിച്ചതുപോലെ, ആ വലിയ മഹാന്മാർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയപ്പെട്ടാൽ മുശ്രിക്കുകൾ എന്താണ് ചോദിക്കുന്നത്? അനുമിനു കമാ ആമന സുഫഹാഉ, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ഞങ്ങളാരും കിട്ടൂല. ആര് പറയുന്നു? മുശ്രിക്കുകൾ പറയുന്നു, ബഹുദൈവ വിശ്വാസികൾ പറയുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളായ കാപട്യമുള്ളവർ പറയുന്നു. അപ്പോ കപടമുള്ളവർ മുൻഗാമികളെ സ്വീകരിക്കൂല. അവർക്ക് നേരിട്ട് എല്ലാം അറിയാം എന്ന കിബിർ വെച്ചുകൊണ്ട് അവർ നടക്കും. അതേ സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പന, ആമിനൂ കമാ ആമനൻ നാസ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് ചോദിച്ചു, മാ തഅ്ബുദൂന മിന്നി, എന്റെ ശേഷം നിങ്ങൾ എന്തിനാണ് മക്കളെ ഇബാദത്ത് ചെയ്യുക? മക്കൾ, നല്ലവരായ മക്കൾ പറഞ്ഞു, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിം വ ഇസ്മഹു മുസ്ലിമൂൻ. ഓ ബാപ്പാ, നിങ്ങൾ ഭയപ്പെടണ്ട, മക്കളുടെ കാര്യത്തിൽ അവിടുന്ന് ബേജാറ് വേണ്ട, ഞങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. നഅ്ബുദു ഇലാഹക, നിങ്ങൾ ഏതൊരു ഇലാഹിനാണോ ഇബാദത്ത് ചെയ്തത് അതേ ഇലാഹിനെ തന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യും. വ ഇലാഹ ആബാഇക, കണ്ടില്ല, നിങ്ങളുടെ ഇലാഹും നിങ്ങളുടെ പൂർവികന്മാരായ ബാപ്പ ഉപ്പാപ്പന്മാരുടെ ഇലാഹും അവർ ഇബാദത്ത് ചെയ്ത ഇലാഹും അതിൽ ഞങ്ങൾ പറഞ്ഞത് അവർക്കെല്ലാവർക്കും പല ഇലാഹ് ഉണ്ടായിട്ടല്ല, മാത്രമല്ല അതുപോലെ ആ പൂർവികന്മാരെ പിൻപറ്റാനുമല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ എന്ന് പറയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, തന്റെ സഹോദരനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവരൊക്കെ ഇബാദത്ത് ചെയ്ത, അവർ പഠിപ്പിച്ചു തന്ന് ഇലാഹിനെ തന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതാണ് ബാപ്പാ എന്ന് മക്കൾ ബാപ്പയോട് സന്തോഷം പറഞ്ഞു.
എന്നിട്ട് പറയുന്നു ഇലാഹും വാഹിദ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇലാഹ് എന്ന് പറയുമ്പോ പലർക്കും പല ഇലാഹുണ്ട് എന്ന് കരുതണ്ട. ഒറ്റ ഇലാഹ് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ കലിമത്ത് തൗഹീദ് പഠിപ്പിച്ച ഒരേ ഒരു ഇലാഹ്. ആ ഇലാഹിന് ഞങ്ങൾ ഇബാദത്ത് എടുക്കും. നോക്ക്, നിങ്ങൾ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് മക്കൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. മക്കളെ, നിങ്ങൾ ഏത് വീട്ടിലാണ് താമസിക്കുക? മക്കളെ, നിങ്ങൾ ഏത് കച്ചവടമാണ് ചെയ്യുക? മക്കളെ, നിങ്ങൾ ഏത് കൃഷിയാണ് ചെയ്യാതിരിക്കുന്നത് എന്നിങ്ങനെ ബാപ്പ മക്കളോട് ചോദിച്ചിട്ട് കൃഷിയും തൊഴിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയല്ല, കൊണ്ട് ആ ബാപ്പ മക്കളെ നന്നാക്കിയെടുക്കുന്നു. മക്കളോട് നല്ല ഈമാൻ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഇബാദത്തുല്ലാഹി കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. മക്കളാവട്ടെ നല്ല മക്കൾ തന്നെ. അവർ പറഞ്ഞു, ബാപ്പ പേടിക്കണ്ട, ബാപ്പ മരിച്ചു പോയതിന് ശേഷം ഉള്ളത് ഏത് അല്ലാഹുവിലാണോ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് അതേ അല്ലാഹുവിൽ തന്നെ വിശ്വസിക്കുകയും അതേ അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുമെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെയാണ് ഈ മദ്രസയുടെ പ്രസക്തി വരുന്നത്. അതാണ് നമ്മുടെ മദ്രസയുടെ പ്രസക്തി വരുന്നത്. അവിടെയാണ് നമ്മുടെ ശരീഅത്ത് കോളേജിന്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ് നമ്മുടെ ദർസുകളുടെ സ്ഥാനം വരുന്നത്. ഇന്ന് പല ദർസിന് എതിരാണ്, ശരീഅത്ത് കോളേജിനെതിരാണ്, ദീനിന്റെ സ്ഥാപനങ്ങൾക്കെതിരായി തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എത്ര ഭൗതികമായി വളർന്നാലും എത്ര ഭൗതികമായി മുന്നോട്ട് പോയാലും അതിന് വിരോധമില്ല. പക്ഷേ അല്ലാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാം അത് പഠിക്കാൻ നമുക്ക് മദ്രസ തന്നെ വേണം, അത് പഠിക്കാൻ നമുക്ക് കോളേജ് വേണം, അത് നമ്മുടെ ദർസ് വേണം. അൽഹംദുലില്ലാഹ്, ഇവിടെ നേരത്തെ ഞാൻ വരുമാരെ സംസാരിച്ചത് സുലൈമാൻ ഉസ്താദ് തന്നെ ഞാൻ വന്നതിന് ശേഷം സംസാരിച്ചല്ലോന്ന്. നല്ല നാട് എന്ന് പറഞ്ഞത് കാരണം ശരിയാണ്. ഒരുപാട് ദർസുകൾ ഇതിന്റെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ട്. നമ്മുടെ ശിഹാബ് തങ്ങൾ നടത്തുന്ന ദർസ് ഞാനിപ്പം വരുമ്പോ ആ കുട്ടികളെല്ലാം കൊണ്ട് നിൽക്കുന്നത് കണ്ട് 100-150 കുട്ടികൾ. ഇപ്പുറത്ത് നമ്മുടെ അശ്വനി നടത്തുന്ന സ്ഥാപനം, അവിടെയും ധാരാളം കുട്ടികൾ. പിന്നെ അതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാപനങ്ങളെല്ലാം അഭിവൃദ്ധിപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അതേസമയത്ത് നല്ല ഒരു മുദരിസായിരുന്ന ഒരു പണ്ഡിതൻ അഹ്സനി, അദ്ദേഹത്തിന്റെ പേരെന്തായത് കൊണ്ട് ഇപ്പോ കാണുന്നില്ല, അടുത്ത ദിവസം കാണും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ അസുഖം മാറ്റി കൊടുക്കട്ടെ. എല്ലാരും ഒന്ന് ആമീൻ പറയണോ? അല്ലാഹു സുഖമുണ്ട്, അല്ലാഹു പെട്ടെന്ന് സുഖമാക്കി കൊടുക്കട്ടെ, വളരെ പെട്ടെന്ന് സുഖമാക്കി കൊടുക്കട്ടെ. നല്ല നാഫിയായ ഇൽമ പഠിച്ച് വലിയ ആലിമായി ഒരുപാട് കാലം ഇവിടെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ആ മകന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഹ്സനിക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ എന്ത് പരിഷ്കരിച്ചാലും, നിങ്ങൾ എത്ര പരിഷ്കരിച്ചാലും അത് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള പരിഷ്കാരം മാത്രമാകണം. അതിനുവേണ്ടി നാം യത്നിക്കണം, പ്രവർത്തിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, 4 ഭാഗത്തുനിന്ന് മാടി വിളിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ അങ്ങനെ മാടി വിളിച്ചാലും അവസാനം അവർ പരാജയപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ ദീന് മാത്രം ഇവിടെ ബാക്കിയുണ്ടാകും, മറ്റതൊക്കെ നശിച്ചു പോകും. ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ വന്നു. ഇപ്പൊ ഇതൊക്കെ ഇരിക്കുന്നത് അധികവും ചെറുപ്പക്കാരാ. ഈ വയസ്സുള്ള ആളുകൾ നിങ്ങൾ ചോദിച്ചു നോക്കി. ഇപ്പൊ ഈ വെള്ള കൂട്ടത്തിൽ വയസ്സുള്ള ആളുകൾ എന്തെല്ലാം പ്രസ്ഥാനക്കാരിവിടെ വന്നു, എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു, എല്ലാം നശിച്ചുപോയി.
സുബ്ഹാനല്ലാഹ്, എന്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ബിദ്അത്തുകാരുടെ സ്ഥാപനങ്ങൾ, വലിയ വലിയ സ്ഥാപനം, കുറെ സ്ഥലത്ത് സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് സുബ്ഹാനല്ലാഹ് കേരളത്തിലെ മുഴുവൻ ആളുകളും അങ്ങനെ ആയി പോകുന്നു, പേടിച്ചിരുന്നു. ഇന്നും അതേ നിലക്ക് തന്നെ. ഉപ്പ് വെച്ച ചട്ടി പോലെ എന്ന് പറയലുണ്ട്. ആ നിലക്ക് പോയതാണ് വാസ്തവത്തിൽ ആ ബിദ്അത്ത് പ്രസ്ഥാനക്കാര്. ഇതുവരെ വളർന്നിട്ടില്ല. അവസാനം ഇപ്പോ അതിനേക്കാൾ കൂടുതൽ ടച്ച് ഉടച്ച് അവസാനത്തെ തർക്കവും ജിന്നുണ്ടോ അല്ലേ എന്നുള്ളത് തർക്കത്തിൽ വരാം. ആകെ തർക്കം. ഇവിടെ ലോകമൊട്ടാകെ എന്തെല്ലാം അന്താരാഷ്ട്ര പ്രശ്നങ്ങളുണ്ട്. അന്താരാഷ്ട്ര ലെവലിൽ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വരാതിരിക്കാൻ വേണ്ടി അല്ലാതെ എന്ന് ഖുർആൻ അല്ലാഹു തആല ജിന്ന് അങ്ങനെ മനുഷ്യരെ പോലെ മറ്റൊരു വിഭാഗം ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസി മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. കണ്ടോ, മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസിട്ടുണ്ട്. മോനെ ആ പഴഞ്ചൊന്നും നമുക്ക് വേണ്ട, നമുക്ക് പുതിയത് മതി, അത് മതി, ഇത് മതി എന്ന് പറയുന്ന ആ വസ്വാസുണ്ടാക്കുന്ന ശർറ് ചെയ്യുന്ന ശൈത്താന്റെ ശർറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിയ ഈ സൂറത്തുൻ നാസ്. അതിൽ അല്ലാഹു അവസാനം പറഞ്ഞത് യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കി തരുന്നു. ആരാണത്? മിനൽ ജിന്നത്തി, ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താൻ, വന്നാസി, മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താൻ. രണ്ട് വർഗത്തിലും ശൈത്താനുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ എത്രയെത്ര ആയത്തുകളാണ് ജിന്നുണ്ട് എന്നുള്ളതിന്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബൻ യഹ്ദി ഇലർ റുശ്ദി ഫആമന്നാ ബിഹി. എന്നിങ്ങനെ ജിന്നുമായി അല്ലാഹുവിന്റെ ഹബീബ് സംസാരിക്കുകയും അവർ ഖുർആനോത്ത് കേട്ട് വിശ്വസിക്കുകയും ചെയ്ത സഭയുണ്ട്. മക്കത്ത് പോയ മുഴുവൻ ആളുകൾക്കും അറിയാം മസ്ജിദുൽ ജിന്ന് എന്ന പേരിൽ അല്ലാഹുവിന്റെ ഹബീബ് ജിന്നുകളുമായി സംസാരിക്കാൻ പോയ ഒരു പള്ളി ഇന്നും അവിടെയുണ്ട്. അങ്ങനെ ലോകത്ത് ഒരു മനുഷ്യനും തർക്കമില്ലാത്ത, ഖുർആനിലും ഹദീസിലും എല്ലാം വ്യക്തമായി ഉള്ള ഈ ജിന്നുണ്ടോ അല്ലേ എന്നുള്ള തർക്കത്തുമല്ല ഇപ്പൊ ഇവിടുത്തെ പുതിയ പാർട്ടിക്കാര്. നിങ്ങൾ കണ്ടില്ല, എന്നാള് ഫറൂഖിന് വലിയ സമ്മേളനം നടത്തിയിട്ട് അവസാനം അടിച്ചു പിരിഞ്ഞു പോയി. ഒരു ജിന്നുണ്ട് എന്ന് പറഞ്ഞു, ഒരു കൂട്ടർ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വേറെ കൂട്ടര് ജിന്നിനെ വിളിച്ചാലേ ദോഷമല്ല, മനുഷ്യനെ വിളിച്ചാലേ ദോഷമുള്ളൂ എന്ന് പറഞ്ഞു. അടിയായി. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ഒരു കാൽ ഒരു സ്ഥലത്ത് വെച്ചാൽ അത് മുമ്പോട്ട് എടുത്തു വെക്കുമ്പോൾ അത് ആവശ്യമുള്ളതാണോ അല്ലേ, അനുവദനീയമാണോ അല്ലേ എന്ന് ചിന്തിക്കണോ. അപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത് ആമിനു കമാ ആമനന്നാസ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ, 4 മദ്ഹബിന്റെ ഇമാമുകളും മഹാന്മാരായ ഖുതുബുകളും അലിഫുകളും സാലിഹുകളും നടന്ന ആ വഴിയിലാണ് നമ്മളുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പുതിയത് വേണമെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലെ. അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഒരിക്കലും ഈ പുതിയത് ദീനല്ല എന്ന്. അതുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. സമയവും ഇതിൽ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാവാൻ ആവിഷ്കരിക്കുന്നതാണ്. നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ചില ആളുകൾ പറയും രാവിലെ 9 മണി നിന്നിട്ട് രാത്രി ഒക്കെ നല്ല ക്ലാസ്സുകളും, ചെറുപ്പക്കാർക്ക് നല്ല ക്ലാസ്സുകളും, വയസ്സന്മാർക്ക് വയോജന ക്ലാസ്, അങ്ങനെ കുട്ടികൾ ഇങ്ങനെ അഞ്ചിന് അടുക്കുക. ചൂട് വന്നിട്ട് ചൂട് എല്ലാ ചൂട് കിടക്കല്ലേ. പക്ഷെ അങ്ങനെ നിശ്ചയിച്ചു പോയതുകൊണ്ട് 2 മാസം അധ്യാപകർക്ക് വളരെ സന്തോഷമായി.
അങ്ങനെ കൂട്ടിക്കിടക്കുന്ന ഈ സമയത്ത് ആ വിദ്യാർത്ഥികളൊക്കെ കൊണ്ടുവന്നു വെക്കേഷനിൽ ഒരു ക്ലാസ് കൊണ്ടുപോകാൻ ഇത് നിലനിർത്താൻ ആവശ്യമാണ്. പക്ഷേ ഇനിയും പൂർത്തിയാവാനുണ്ട്. ഈ കാഴ്ചയിൽ കാണുന്നത് ഇങ്ങനെ തെറ്റാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ അമലിൽ ഒരു കാശ് കൊണ്ടോ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, ബന്ധുക്കൾ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശരിയാക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ ട്യൂമർ തുടങ്ങിയ കിഡ്നി രോഗം, കാൻസർ രോഗം, ഇങ്ങനെ പല രോഗങ്ങളുമാണ്. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെ നീ കാക്കണേ അല്ലാഹ്. അത് ബാധിച്ചവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലം ഞങ്ങൾക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ ദീർഘ ആയുസ് നൽകണേ അല്ലാഹ്. ആയുസ് നൽകണേ അല്ലാഹ്. ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. ഈ മദ്രസക്ക് വേണ്ടി സഹായിച്ച എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസറിന്റെ ഉടമകളിൽ നീ ശക്തി റഹ്മാനെ. എല്ലാ സാഹിര്യങ്ങളെ സഹരിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്കെതിരെ അഴിച്ചുവിടുന്ന മുഴുവൻ സഹറുകളെയും ബാത്തിലാക്കണം റഹ്മാനെ. അത് അയക്കുന്നവരിലേക്ക് തന്നെ തിരിച്ചു കൊടുത്ത് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മുതാലിമീങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ ദീനിന്റെ രംഗത്ത് ഞങ്ങൾക്ക് സഹായിക്കുന്ന പണക്കാരും കഴിവുള്ളവരും ഇവിടെ വേണം. അങ്ങനെ എത്രയോ ആളുകൾ സഹായിച്ചിട്ടാണ് ഞങ്ങളെ സ്ഥാപനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അവരുടെ കച്ചവടങ്ങളിലും കൃഷിയിലും തൊഴിലിലും അവരുടെ സ്വത്തിലും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും റഹ്മാനായ അല്ലാഹ്. ഈ നാട് ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് സൈനുദ്ദീൻ അലി ഹസൻ അൽ മഖ്ദൂമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, അവരുടെ കുടുംബക്കാര് ആലിമീങ്ങൾ എല്ലാം ബന്ധമുള്ള അവരുടെ നാടുകളാണ്. ആ കൂട്ടത്തിൽ നിന്ന് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയവരുടെ അടക്കം മരിച്ചുപോയ പലരും ഉണ്ട്. അവരുടെ എല്ലാവരുടെയും കണ്ണിൽ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാർ എല്ലാവരെയും നീ ദർജനേറ്റി കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് അതിന്റെ ആണ്ട് സമയം വരികയാണ്. ആ മഹാനവറുകളുടെ ഖബറിനെ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അവർക്ക് ദർജനേറ്റി കൊടുക്കണം റഹ്മാനെ. നെല്ലിക്കുത്ത് ഉസ്താദും അബ്ദുള്ള ഉസ്താദും അങ്ങനെ ചെറുസോല ഉസ്താദ് തുടങ്ങി ഞങ്ങളെ സ്ഥാപനം വല്ലാതെയുള്ള ഒരുപാട് ഉസ്താദുമാര് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ ദർജനേറ്റി കൊടുക്കണം റഹ്മാനെ. കൊണ്ട് ഒരു ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്ക് ദർജനേറ്റി കൊടുക്കണം റഹ്മാനെ.
തിരൂരങ്ങാടി ബാപ്പു മുസ്ലിമിയ ആലിമീങ്ങൾ രോഗത്തിലാണ്, അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും എല്ലാം നീ നല്ലവരാക്കണം. നിന്റെ പൊരുത്തത്തിലാക്കണം. ഞങ്ങൾ കല്ല് വേണമെന്ന് പറഞ്ഞ കല്ല് എത്ര കല്ലും 4000 കല്ലിന് ആശമാണ് ഒരു 500 കല്ല് അല്ലെങ്കിൽ 1000 കല്ല് അങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കാമല്ലോ. 4000 ഒരാൾ പറഞ്ഞാലും വിരോധമില്ല. അതുകൊണ്ട് കൂടി പറയാം, ഈ കണ്ണട വെച്ചാൽ ഒരു ലോഡ് 250 കല്ലാണ്. അങ്ങനെ ഒരു ലോഡ് കല്ല് അതാ ഈ ഉദ്ഘാടനം ചെയ്യൽ ഒരു ലോഡ് കല്ല് അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനാണ്